ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾ വിചാരിച്ചു ഇതിപ്പോൾ എന്താണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതെന്ന്. 2 ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, കരിക്കിൻ്റെ വെള്ളം കൊണ്ടുള്ള ഒരു ജ്യൂസ്. ആ ജ്യൂസിൻ്റെ വീഡിയോ എടുത്ത് അപ്പോൾ ആ കരിക്കിൻ്റെ തോടൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഉപ്പേരി ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ അതുകൊണ്ടൊരു കരിക്കിൻ്റെ തോട്, അതായത് നമ്മൾ ഇളനീൻ്റെത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് വിളഞ്ഞ് കഴിഞ്ഞ് വന്നാൽ ചിരട്ടയായി വരുന്ന ആ തോട് കൊണ്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കരിക്ക് കിട്ടിയാൽ ഒന്നും വേസ്റ്റ് ആവില്ല. അതിൻ്റെ ചിരട്ടയാണ് നമ്മളിപ്പോൾ ഇത് കഴിക്കാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോണത്. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വായൊക്കെ ചോന്ത കളറാവും. നമ്മൾ കുട്ടികളായ കാലത്തൊക്കെ നമ്മൾ കഴിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ എടുക്കണതെന്ന് കാണിച്ചു തരാം. ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ടാണ് ഈ കളറ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കളറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് പെട്ടെന്ന് ചോന്ത കളറായി മാറും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റും ഇങ്ങനെ എടുക്കാം. ഇത് ചുരുക്കി പറഞ്ഞത് ചിരട്ടയാണ്. നല്ല അടിയിലേക്ക് പോയാൽ ഇതിൻ്റെ ചകിരിയൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചകിരിയൊന്നും ഇല്ലാതെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കരിക്കൊക്കെ വീണ് കിട്ടിയാൽ ഒന്നും വേസ്റ്റ് ആവില്ല. നമുക്ക് അതിൻ്റെ ചിരട്ട വരെ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളകും തേങ്ങയും മാത്രമേ അരച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകവും ചെറിയ ചീരുള്ളി അതേപോലെ വെളുത്തുള്ളി അരച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ട് വരട്ടെ. ഇത് പെട്ടെന്ന് ഇതിൻ്റെ മുന്നേ നമ്മളിത് റെഡിയാക്കണതിന് മുന്നേ തന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. ഇത് ചോന്ത കളറ് വരും പെട്ടെന്ന്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും തോന്നുന്നു. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് എടുത്തിട്ട് വരട്ടെ. ഇതാണ് നമ്മളെ കരിക്കിൻ്റെ തോടാണിത്. ഇത് ഞാൻ ഉടനെ കഴുകി എടുത്തതാട്ടോ. ഇത് കണ്ടില്ല, കളറ് വരും, ഇതിന് കളർ മാറ്റം വരും. നല്ല വണ്ണം കഴുകി എടുക്കണം, നല്ല ചോന്ത കളറായിരിക്കും അപ്പോൾ പോവുക. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒക്കെ നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചാൽ അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. പച്ചമുളക് ഞാൻ 4 ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് ഇടാം. പിന്നെ ഉപ്പ്. അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ വെക്കാൻ പോവാണ്. ഈ ചട്ടിക്ക് നമുക്ക് ഒരു എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇടണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കടുകില്ലാതെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പിന്നെ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കൂടുതൽ സമയം വെക്കരുത് കേട്ടോ, അല്ലെങ്കിൽ കളറ് മാറിപ്പോവും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ കളറ് മാറിപ്പോവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനത് പറയാൻ കാരണം പല വീഡിയോയിലും പിന്നെ ഓയിലിനെ പറ്റി ഇതിന് നമ്മൾ യൂസ് ചെയ്യണത് എണ്ണ കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടത് അത്ര യൂസ് ചെയ്യുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇതിൻ്റെ തോടിട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഉപ്പും തേങ്ങയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിനക്ക് അവിയലും പിന്നെ ചിക്കൻ്റെ പെരട്ടും അതേപോലെ മത്തൻ്റെ കറിയൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതെടുത്ത് കൊടുന്നുകാണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കണ ചായക്ക് കടി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കൂടി തന്നെ എനിക്കാവും. അപ്പോൾ അതിൻ്റെ ശേഷം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർത്തത് അപ്പം ഇങ്ങനൊരു ഉപ്പേരി ഉണ്ടാക്കാനുള്ള തോടുണ്ടല്ലോ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടെന്ന്. അപ്പോൾ എടുത്ത് കൊടുന്നുകാണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ഗ്രേവി ഇത് തന്നെ മതി ചോറ്റക്ക് കറിയാക്കിയിട്ടും കൂട്ടാനായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഞാൻ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ബിരിയാണിക്ക് പൊരിച്ചു കോരുമല്ലോ ഉള്ളി പൊരിച്ചു കോരിയത് ബിരിയാണി മസാലയ്ക്ക് ഇടുമല്ലോ, അതേപോലെ
ആ മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അതിന് മുന്നേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ മഞ്ഞളും ഉപ്പും ഇതൊന്നും ചിക്കനിൽ പുരട്ടി കൊടുക്കില്ലല്ലോ. ഇത് ഞാൻ ചിക്കനിൽ മഞ്ഞളും ഉപ്പും മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ക്രഷ് ചെയ്ത മുളക്, ബിരിയാണി മസാല ഒക്കെ കുഴച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടാക്കിയ ഉള്ളിയിലേക്ക്, ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പോലെ ഉള്ളി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്, അതിന് ശേഷം ഉള്ളി പൊരിച്ച് കോരിയതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതാണ് ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. ഈ കാണുന്ന പോലെ തന്നെ എനിക്കിങ്ങനെ ഇപ്പോൾ അത് കഴിച്ചപ്പോൾ തോന്നി ഇതിൻ്റെ മേലെ നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് ഇട്ട് കൊടുത്താലേ നല്ല സൂപ്പർ ബിരിയാണി ആക്കിക്കാണ്ട് കഴിക്കാൻ പറ്റുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് സാധാ ചോറ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ഉടനെ തന്നെ ഇതേമാതിരി ഇതൊക്കെ ചോറ്റുപാത്രങ്ങളാണ്, അങ്ങനത്തെ പാത്രങ്ങളിലേക്ക് എടുത്ത് വെക്കും. ഒക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ചട്ടി തന്നെ യൂസ് ചെയ്ത് ഇതാക്കി. ഇന്നിപ്പോൾ ഞാൻ 2 ചട്ടിയിലും 2 അടുപ്പത്താക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 അടുപ്പത്തും വെച്ച് വേറെ കറണ്ട് അടുപ്പിലും വെച്ചാൽ ഉടനെ നമ്മളെല്ലാ സാധനങ്ങളും റെഡിയായി കിട്ടും. നമ്മളെ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. ഇതിൽ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഒന്നും ചെയ്തിട്ടില്ല, പച്ചമുളകും ഉപ്പും തേങ്ങയും മാത്രമാണത്. ഇനി ചെറിയ തീയിൽ ഒന്ന് 10-20 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചിക്കനക്ക് ഉണ്ടാക്കിയ ഉള്ളി കേട്ടത്. നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അപ്പം നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യണം. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് അതാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. മഞ്ഞൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞില്ല, അത് മൂത്ത് കഴിഞ്ഞാൽ ചിരട്ടായി മാറുന്നത്, അതിൻ്റെ ചകിരിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കണ സമയത്ത് ഇല്ലാതെ നോക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ഇത് കഴിച്ച് നോക്കുമ്പോൾ നമ്മളെ കരിക്കാണെന്നൊന്നും അറിയാനില്ല. നല്ല ടേസ്റ്റും ഉണ്ടാവും. സാധാരണ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അതിൻ്റെ കരിക്കിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇത് പുറത്ത് കയറിയാൽ ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആരെടുത്തുണ്ടായാലും ഇത് പുറത്ത് കയറിയേണ്ട, അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് എഴുതണം. നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഞമ്മക്കും നല്ലൊരു സന്തോഷം ഉണ്ടാവുക. എന്ത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.